ഹേ ഗായ്സ്, അപ്പം ഇവിടെ കയറാൻ ടിക്കറ്റ് എടുക്കണം. ഇത് ലേഷ്യർ സോൺ എന്ന് പറയും. തെന്മല ഡാമിൻ്റെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. 70 രൂപയാണ് ടിക്കറ്റിൻ്റെ വില വരുന്നത്. ഇതെടുക്കേണ്ടത് അപ്പുറത്ത് ഡാമിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ട്. മെയിൻ എൻട്രൻസിൻ്റെ അവിടെ പോയി 70 രൂപ കൊടുത്താൽ ഈ ടിക്കറ്റ് കിട്ടും. ഇതെടുക്കാൻ ഗൂഗിൾ പേയോ ക്യാഷോ കൊടുക്കാം. പക്ഷേ ഡാമിൽ കയറണമെങ്കിൽ ക്യാഷ് തന്നെ കൊടുക്കണം. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, അതുകൊണ്ട് എനിക്ക് അവിടെ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കണം. അപ്പം അത് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ലേഷ്യർ സോൺ എന്ന് പറയുന്നത്. പക്ഷേ നല്ല കയറ്റമൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ലേഷ്യർ ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം, ക്ഷീണിക്കും. നോക്കാം. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണ ഒരു വൈബൊക്കെ ഉണ്ട്. ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. കയറി ഉടനെ തന്നെ ഈ പാത കയറിഞ്ഞ് വരണം. കയറി വന്നാൽ നമുക്ക് ഡാമിൻ്റെ വ്യൂ പോയിന്റിലെത്താം. അപ്പോൾ എന്തായാലും ഇതുവഴി ഇങ്ങനെ നമുക്ക് നടന്ന് പോവാം. രസമുണ്ട്. പക്ഷേ അത് പറഞ്ഞു ഉച്ചയ്ക്ക് 2:30 ആയിട്ടുള്ളൂ. പക്ഷേ വെയിൽ കാര്യങ്ങളൊന്നുമില്ല, മരങ്ങളുണ്ട്. വെയിൽ ഇതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പക്ഷേ എടുത്തോടടിക്കുക നമ്മളെ ക്ഷീണിക്കുന്ന തരത്തിലുള്ള വെയിലൊന്നുമില്ല. ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്, ചെടി കൂടെ കുനിഞ്ഞു പോകണം. ഓക്കെ, ഇവിടെയൊക്കെ ഒന്ന് നോക്കിയിരിക്കാം. പക്ഷേ പൊടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ പാമ്പും കാണും. അതൊക്കെ നോക്കിയിട്ടിരിക്കുക. ഇവിടെ അവരുടെ ചാർജിങ് കേബിളൊക്കെ അവർ വെച്ചിട്ട് പോയിട്ടുണ്ട്. സി ടൈപ്പാണ്. പൊടിയൊന്നും ഇല്ല കേട്ടോ, ഇരിക്കുക. എൻ്റെ ഇടയിൽ പാമ്പുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അടുത്തോട്ട് പോയിരിക്കാണ്ട് ആ സൈഡിലോട്ട് ഇത് മാറിയിരിക്കുക. നടക്കുമ്പോഴും നോക്കുക, കാടാണ്, പാമ്പാ എന്തെങ്കിലും കൂമ്പാ ഒക്കെ വന്നാൽ നോക്കണം. കണിക്കൊന്ന മരങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റീഡ് ബ്രീക്സ്. റീഡെന്ന് വെച്ചാൽ മുള. ഇതാരാണ്? ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം ഇദ്ദേഹത്തിൻ്റെ കൂടെ. ഏഴിലം പാലമരം. പാല തന്നെയാണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഏഴിലം പാല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. മുള ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. രാത്രി രസമായിരിക്കും. എത്ര മണി വരെ കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒക്കെ നിങ്ങൾ ഗൂഗിളിലൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് വരിക. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന സമയം 2:30 ആണ്. 2:30 ഞാനിപ്പം എത്രാമത്തോട്ടാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കുറേ ആയി. പിന്നെ നമ്മൾ ശരീരം ആണെങ്കിൽ പണിയെടുക്കാത്തതുകൊണ്ട് ഇത്രയും കയറിയപ്പോൾ തന്നെ കിതയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ശ്വാസത്തിൽ നിന്ന് മനസ്സിലാവുമായിരിക്കും. അത്ര ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് ഒന്നും അല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് കിതയ്ക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ്. അത് പ്രത്യേകിച്ച് കോവിഡ് ഒന്ന് വന്നിട്ട് പോയായിരുന്നു. അപ്പം കിതപ്പ് ഭയങ്കര സീനാണ്. ഇച്ചിരി ഒന്ന് ഇതാകുമ്പോൾ തന്നെ നമ്മൾ കിതയ്ക്കാൻ തുടങ്ങും. എരുമല ലൈൻ കമ്പിയൊക്കെ പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ കിട്ടുന്നുണ്ട്. ഡാമിൽ നിന്നുള്ള ഇതൊക്കെ കൊണ്ടുപോകണമൊക്കെ ആയിരിക്കും. ഇലകളൊക്കെ ഇങ്ങനെ താന്ന് കിടപ്പുണ്ട്. അതിലിങ്ങനെ തൊട്ടും തരോടിയൊക്കെ പോവാം. തൊട്ടും തരോടിയും പോകുമ്പോൾ പുഴുക്കളൊന്നും അതിലില്ലെങ്കിൽ ഇല്ലെന്ന് ഉറപ്പൊക്കെ ഇല്ല. കയ്യിലൊക്കെ ഇരിക്കും. മറ്റേ ചൊറിയുന്ന ടൈപ്പ് പുഴയൊക്കെ ആണെങ്കിൽ പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്താലും നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക. ഇവിടെ ഒരു ഡൈനോസറും കുഞ്ഞുണ്ട് കേട്ടോ. ഇതൊക്കെ അംശനാശം വന്ന് പോയതില്ലേ. ഇവിടെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. പെയിൻറ്റ് പകുതി അടിച്ച് വെച്ചേക്കുകയാണോ അതോ അതിൻ്റെ മറ്റേ ബോഡിയിലെ പാറ്റേൺ ആണോ അവർ ഉദ്ദേശിച്ചത്? എന്തായാലും ആ വെള്ളം അടിച്ചത് മോശമായിപ്പോയി. ശരിയായില്ല അടിച്ചത്. പിന്നെ അത് ഈ ബീമൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇതെന്താണ്? ടാങ്കാണോ? എന്ത് സംഭവം? പിന്നെ ഇത് മാത്രമല്ല കേട്ടോ. ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അതായത് മറ്റേ റോപ്പ് വാക്കിങ്ങും അങ്ങനത്തെ എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. 450 രൂപ എന്താണ് അതിൻ്റെ റേറ്റ്. അതല്ല, അതിനകത്ത് വെറുതെ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ വെറുതെ കയറിയിട്ട് വരാനാണെങ്കിൽ 150 എന്താണ്ടാണ്. പിന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. ഡിയർ പാർക്ക് 50 ബട്ടർഫ്ലൈ പാർക്ക് 150 ആണെന്ന് തോന്നുന്നു. എത്ര പറഞ്ഞത് ഞാൻ മറന്നുപോയി. അതുപോലെ തന്നെ സഫാരി എന്താണ്ടുണ്ട്. അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട്. അതെല്ലാം അവിടെ ശില്പോദ്യാനം, സ്കൾപ്ചർ ഗാർഡൻ ഓക്കെ. ജുറാസിക് സ്കൾപ്ചേഴ്സാണ് ഡ്രാഗണിൻ്റെ ശിലകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടും. അവിടെ പോയിട്ട് ജസ്റ്റ് ചോദിക്കുക. ഞാനിപ്പം ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ എടുത്തത്. അതേ വെള്ള പെയിൻ്റ് എടുത്തിട്ടുള്ള ചടക്കം കേട്ടോ. ലൂസ് വേണമല്ലേ. ഇത് പെയിൻ്റ് അടി പകുതിക്ക് നിർത്തിയതാണെന്നാണ്. ചിറക്കുന്നുണ്ട് കേട്ടോ. ലൂസ് നന്നായതുകൊണ്ട് നല്ലോണം ചിറക്കുന്നുണ്ട്. ചിറക്കാൻ മീൻസ് തെങ്ങ. തിരുവനന്തപുരത്ത് വന്ന് ഒക്കെ പിടിച്ച് ഇതിനെയും വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്.
ചവർപ്പോട് കൂടിയ ഒരു പഴം. താഴെയൊക്കെ ഉണ്ട് കേട്ടോ ജുറാസിക് പാർക്ക്. ഇതിൻ്റെയൊക്കെ സ്പീഷീസ് നെയിം അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ടൈം ലൈനൊക്കെ വെച്ചിട്ട്. എനിക്ക് അത്ര അറിവൊന്നുമില്ല ഈ ഡിനോസറുകളെ പറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ സ്പീഷീസാണെന്ന് പറഞ്ഞു തരാൻ അറിയാവുന്നവർ കമാണ്, ബാക്കിയുള്ളവർക്കൊരു അറിവാകുമല്ലോ. ഇതൊക്കെ ഇത് ഇലയും അങ്ങനത്തെ സാധനങ്ങൾ തിന്നുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഡ്രാഗൺസ്, അതായത് ഇത് മീറ്റ് തിന്നില്ല, പക്ഷേ ഇത് മീറ്റ് തിന്നും. അതിൻ്റെ പല്ല് കണ്ട അതിൻ്റെ വേണ്ട കൂർത്തവല്ല, മീറ്റ് തിന്നാൻ പറ്റുന്നതല്ല. ഇത് പാവം ഉണ്ട്. ഇതൊക്കെ മീറ്റ് തിന്നുന്ന ടൈപ്പ്. അതിൻ്റെ പല്ലുകളൊക്കെ കൂർത്തിരിക്കുന്നുണ്ട. അതായത് ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ പണ്ട് ചെന്ന് പെട്ടിരുന്നെങ്കിൽ നമ്മളായിട്ട് ഇത് പിടിച്ച് തിന്നാൻ, പക്ഷെ അത് തിന്നില്ലായിരുന്നു. ഇതെന്താ, ഇതും സംസാരം കൈൻഡ് ഓഫ് ആണ്. ഇതെല്ലാം മീറ്റ് തിന്നുന്ന ടൈപ്പ്. എനിക്ക് ഡ്രാഗൺ എന്നാണ് വരുന്നത്, ഡിനോസറാണ്. ശരിക്കും ഈ ഡ്രാഗൺ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, അതോ ജസ്റ്റ് ഒരു മിത്താണ്? ഇവിടെ ചിറകുള്ളൊരു സാധനം, ചിറകല്ല അതിൻ്റെ ഒരു ഫ്ലാപ്പ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ തലയിൽ പൂവുള്ളൊരു ഡ്രാഗൺ? അല്ലോ, ഇത് ചിറകുള്ള ഡ്രാഗൺ. ഉണ്ടാ, ഇത് ഇല തിന്നുന്ന ടൈപ്പാണ്. അതിൻ്റെ പല്ല് കണ്ട അധികം ഞാൻ കൂർപ്പല്ലാത്ത ടൈപ്പ് പല്ലുകൾ. മാപ്പൈ റോബിൻ കാണാൻ പറ്റുമായിരിക്കും ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും. അത് അതുകൊണ്ടായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പിന്നെയും തലയിൽ പൂവുള്ള ഡിനോസറും കുഞ്ഞ്. ഇനി ഇത് മൊത്തം ഡിനോസറും കുഞ്ഞുങ്ങളാണ് ഇവിടെ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഇനി കാണിച്ചു തരാം. ഓക്കെ.